ഈ ബിജാന്റെ കുറേ പോലീസ് കഥാപാത്രം കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയോ? എനിക്കിതിൽ മൊത്തത്തിൽ തോന്നിയത് ഭയങ്കര ഗ്രൗണ്ടഡ് ആണ് ഫിലിം. ഇതിൽ ഒന്നും ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ അറ്റ്മോസ്ഫിയർ നമുക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടിട്ട് ആസിഫിക്കോട് ഇപ്പൊ എന്താ പറയാൻ തോന്നുന്നു? ഇപ്പൊ ലൈവായിട്ട് ആസിഫിക്കോട് എന്താ ചേട്ടാ സൂപ്പർ. ഇതന്നെയാണ് എല്ലാവരും പറയുന്നത്. പ്രേക്ഷകർ കണ്ടുവരുന്ന എത്രത്തോളം സന്തോഷമുണ്ട്? സന്തോഷന്റെ മുഖത്തില്ലേ, ഒരുപാട് സന്തോഷമുണ്ട്. ജിസിന്റെ കൂടെ ചെയ്യുന്ന സിനിമകൾക്ക് എപ്പോഴും പ്രേക്ഷകർ ഒരു പ്രത്യേക സ്പേസ് തരാറുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ, പ്രത്യേകിച്ച് ജിസ് കളം മാറ്റി ചവിട്ടിയ ഒരു സിനിമ കൂടിയാണിത്. അപ്പോൾ എപ്പോഴും സസ്പെൻസ് ത്രില്ലർ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ എൻഡ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അത് എല്ലാ രീതിയിലും ഈ സിനിമയ്ക്ക് കിട്ടി. ബാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ. രണ്ടും രണ്ട് വ്യത്യസ്ത സിനിമകളാണ്, രണ്ട് ജോണറുള്ള സിനിമകളാണ്. ഉറപ്പായിട്ടും ടർബോ പോലൊരു ഫുൾ ഓൺ ആക്ഷൻ സിനിമ കഴിഞ്ഞ് നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്നൊരു ത്രില്ലർ സിനിമ തന്നെയാണ്. അസഭ്യമായ ഒന്നുമില്ലാത്ത വളരെ സഭ്യമായ ഒരു ത്രില്ലർ സിനിമ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് രണ്ടുമായിട്ട് കമ്പാരിസണിൻ്റെ ആവശ്യം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ടർബോ ഇപ്പോൾ ഇറങ്ങിയതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. കാര്യം പ്രേക്ഷകർ സിനിമ കാണാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരു വലിയ കാരണം കൂടെ ടർബോ കാരണം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും രണ്ട് സിനിമ കണ്ടു കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം എല്ലാ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സിനിമയായിരിക്കും. ജിസേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് ഫിലിം മേക്കർ എന്നുള്ള ഒരു എന്താ അതെ, ആ ലേബലിൽ മാറും. ആ ലേബലിൽ മാറിയിട്ട് ത്രില്ലറിൻ്റെ ആളായി മാറും. അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഒത്തിരി സന്തോഷം. ഈ പറഞ്ഞ പോലെ ജിസ്റ്റേട്ടിൻ്റെ ആ ഒരു ഫീൽ കൂടെ, ആ നന്മ സിനിമ എന്ന് പറയുന്ന ഒരു സാധനം മാത്രം, ആ ഒരു പൊൻതൂവിൽ മാത്രം പോരാ തൊപ്പിയിൽ. ആ തൊപ്പിയിൽ ഇപ്പം ത്രില്ലറിൻ്റെ ആശാൻ എന്നും കൂടെ ഒരു തൂവിൽ വെക്കണം എന്ന് മറ്റൊരു അങ്ങനെ. അതെ, ത്രില്ലറിൻ്റെയും ഒക്കെ ഒരു തൂവൽ കൂടെ ആ തൊപ്പിയിൽ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, നമുക്ക് വിശേഷിപ്പിക്കാം. ഞാൻ എന്തായാലും വിശേഷിപ്പിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി ആളുകൾ വിശേഷിപ്പിക്കട്ടെ. എന്നാലും കിടിലമായിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. എല്ലാവരും കാണട്ടെ, ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ അല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു. ജസ്റ്റ് ഒരു പടം നമ്മൾ പറയുന്നത്. കാരണം ആ ഒരു നന്മ എലമെന്റ് പക്ക ത്രില്ലറാണ് സ്റ്റാർട്ട് ടു എൻഡ് വരെ. ട്രെയിലർ ഇറങ്ങിയപ്പോൾ കുറേ പേര് എനിക്ക് തോന്നുന്നു ഈ കോശി വൈബ് പോലെ ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ രണ്ടുപേര് ഈഗോ ക്ലാഷ് ഉണ്ട്. പക്ഷേ ഒരുപാട് ത്രില്ലായിട്ട് തോന്നുന്നത് സ്റ്റാർട്ട് മുതൽ ത്രില്ലിംഗ് ക്ലൈമാക്സ് അടിച്ചാലും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു. ട്വിസ്റ്റ് ഉണ്ട്. സോ എൻ്റെ പ്രശ്നം ഹാപ്പിയാണ്. എല്ലാവരും കട്ടക്കട്ടയ്ക്കാൻ നിൽക്കുന്നത്. അത് ആരും അടിപൊളി ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല ജിസ്റ്റോയിട്ട് ഒരു ഡിഫറെൻറ്റ്, സാധാരണ ഒരു ഫീൽ ഗുഡ് മൂവി എടുക്കുന്ന ഒരു ഡയറക്ടറാണല്ലോ. ഇത് ത്രില്ലർ കിങ് ആയിരിക്കും ഇനി തൊട്ട് ജിസ്റ്റോയ്. ഷുവർ 100%. ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഗസ് ചെയ്യാണ് ആരായിരിക്കും. പക്ഷെ നമുക്ക് ആർക്കും ഇത് മനസ്സിലാവുന്നില്ല ലാസ്റ്റ് വരെ ആരാണ് കൾപ്രിറ്റ് എന്നുള്ളത്. Everybody should watch this movie. മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ ഗുഡ് ത്രില്ലർ എന്റർടൈനർ. എന്തോ രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാമോ? വരുമായിരിക്കാം അല്ലേ. അതിന്റെ എൻഡിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആവശ്യമുണ്ട് എന്ന് തോന്നി അല്ലേ. നിങ്ങളെ ചുറ്റുപരിയാണല്ലോ പ്രധാന കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതെ, ആ പ്രാധാന്യം മനസ്സിലായിരുന്നു. കാരണം ജിസേട്ടൻ പറഞ്ഞപ്പോഴേ ചുമ്മാ ഒരു പ്ലേസ് ചെയ്യുന്ന അല്ലാതെ നമുക്ക് അറിയായിരുന്നു. നമ്മൾ സ്റ്റോറി കേട്ടായിരുന്നു. സ്റ്റോറി കേട്ടെങ്കിൽ പോലും ഇപ്പോൾ ഇന്നിത് തിയേറ്ററിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് അത് ഏതൊരു ലെവലിലേക്കാണ് ജസ്റ്റ് ഒരു സ്റ്റോറീനെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിനെ ഏതൊരു ലെവലിലേക്കാണ് മാറ്റി മേക്കിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇന്നാണ് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മൾ ഡബൊക്കെ ചെയ്തപ്പോൾ കണ്ടു. എന്നാൽ പോലും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു എന്താ പറയുക, എഴുതി വെച്ചിരിക്കുന്നതിനെ വേറൊരു ലെവലിലേക്ക് മേക്കിങ്ങിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നമ്മൾ ചില ഇംഗ്ലീഷ് പടങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, ഇങ്ങനെ ഇരുട്ട് പിഴിഞ്ഞ് വെളിച്ചം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഭയങ്കര ജിസ് ഉപയോഗിച്ചിരുന്ന ഒരു ഫ്രീക്വൻസി അല്ല ഇത് വാസ്തവത്തിൽ, അല്ലേ കാലകാലം കണ്ട്. പക്ഷെ കുറച്ചുകൂടി ഡാർക്ക് സൈഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ ഹ്യൂമൻ സ്പാർക്കുകൾ വരുന്നുണ്ട്.
ശേഷം ആ അച്ഛനും മോനും ആസിഫ് മെറ്റിക്കുലസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു. ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിന് സന്തോഷം. ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിന് സന്തോഷം. പെർഫോം ചെയ്യാൻ കുറച്ചധികം കിട്ടി, കുറച്ച് കാലത്തിന് ശേഷം അങ്ങനെ ഫീൽ ചെയ്തോ? അങ്ങനെയല്ല, ഞാൻ സ്ഥിരമായിട്ട് പെർഫോം ചെയ്തോണ്ടിരിക്കണേ. എല്ലാത്തിലും പെർഫോം ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വർക്ക് ചെയ്തൊരു ടീമാണിത്. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു ചിത്രമാണ് ജിസേട്ടൻ്റെ മൂവി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എല്ലാ ഭാഗം അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കരച്ചിലിൽ ഗ്ലിസറിൻ ഉണ്ടോ? കരച്ചിലിൽ ഗ്ലിസറിൻ ഒരു സപ്പോർട്ട് വേണം. എന്നാലും ബാക്കി ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ടൈറ്റിലിൽ ജിസ് ജോയ് എന്ന് എഴുതി കാണിച്ചില്ലെങ്കിൽ ജിസ് ജോയ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസാധ്യ മേക്കിംഗ് ആണ്. ഒരു ത്രില്ലർ പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഗംഭീരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ, പോലീസ് സ്റ്റോറി, ഈഗോ ക്ലാഷ്, അങ്ങനെ എല്ലാം നിറഞ്ഞ ഫാമിലി സ്റ്റോറി, അനുശ്രീയും മകളുമായിട്ടുള്ള രംഗങ്ങളൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ട് വന്നു. പിന്നെ ഈ സിനിമയുടെ എടുത്തു പറയേണ്ടത് ഇതിൽ വെറുതെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ആരുമില്ല. പോലീസുകാരായാലും അതിനകത്തുള്ള ബാക്കി കേസിൽ ഉൾപ്പെടുന്ന പ്രതികൾ എല്ലാവർക്കും കൃത്യമായ ഒരു ക്യാരക്ടേഴ്സുള്ള എല്ലാവർക്കും ഒരു ക്യാരക്ടർ ആർക്ക് വരച്ചു കൊടുത്തുള്ള ഗംഭീരമായ എഴുത്താണ്. അതുപോലെ തന്നെ എഡ്ജ് ഓഫ് ദ സീറ്റ്, ഹൂ ഡൺ ഇറ്റ് മൂവിയുടെ ഒരു പാറ്റേൺ ആണെങ്കിൽ കൂടി നമുക്ക് അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു അടിപൊളി ത്രില്ലറായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ജാഫർ ഇടിക്കയുടെ റോളും അതുപോലെ എടുത്തു പറയേണ്ടതാണ്. ജാഫർ ഇടിക്ക് ഒരു കോമിക് റിലീഫായിട്ടും അതുപോലെ തന്നെ ഈ പടത്തിൽ ജാഫർ ഇടിക്ക യൂസ് ചെയ്ത് തന്നെ ഒരു ബ്രില്യൻസ് ആണ്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ക്യാരക്ടേഴ്സ് അഭിനയിച്ച എല്ലാവരും, ബിജു മേനോനാണ്, ആസിഫ് അലി ആണെങ്കിലും ബെസ്റ്റ് പാറ്റേണിൽ തങ്ങളുടെ അഭിനയം പുറത്തെടുത്ത ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് എപ്പിസോഡ് ഈ സിനിമയ്ക്ക് കൊണ്ടുവന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ് സെക്കൻഡ് ഭാഗം വരുമോ എന്നുള്ള ആ ഒരു രീതിയിലാണ് ക്ലൈമാക്സിലെ സീനുകൾ അവസാനിച്ചിരിക്കുന്നത്. ഒരു ഗംഭീര എൻ്റർടൈനർ, ത്രില്ലർ, പോലീസ് സ്റ്റോറി ആയിട്ടാണ് തലവൻ വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല, സൂപ്പർ മൂവി. എന്താ പറയാ, ഒരു വരിയിലൊന്നും പറയാൻ തീരില്ലടാ. എനിക്ക് ജാഫറിനെ ഭയങ്കര ഇഷ്ടമായി ഈ പടത്തിൽ. എല്ലാവരും എന്താ പറയാ, ജീവിച്ച് കാണിക്കാന്ന് പറയില്ല, ഒരു രസം, ഭയങ്കര രസമാണ്. കാണാം, വീണ്ടും കാണണം. അല്ല, ഞങ്ങൾ കിളി പറഞ്ഞാരെന്ന് വെച്ചാൽ കിളിയൊക്കെ എപ്പോഴാണ് വന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി കണ്ടാൽ മാത്രമേ എനിക്ക് ആ കിളികളൊക്കെ തിരിച്ചു വരുള്ളൂ. ഓൾറെഡി എനിക്ക് കിളിയാത്ത ആളാണ്. കാണണം, വീണ്ടും കാണണം. ആസിഫ് അലി എന്താ പറയാ, രണ്ടുപേരും ഒരേപോലെ, എല്ലാ പടത്തിലുള്ള പോലെ തന്നെ രണ്ടുപേരുടെയും കോമ്പോ കട്ടക്കട്ടക്ക് നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഫ് അലിയുടെ ഡയലോഗ്സ് ഭയങ്കര രസമാണ്. ഇടക്കിടക്ക് തന്നെ ഒരു നമ്മൾ അറിയാണ്ട് കൈയടിച്ച് പോകും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ഡയലോഗ് ഉണ്ടാവില്ലേ, ആ ഡയലോഗ് അവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതല്ല, രസമാണ്, കാണാൻ രസമാണ്, നല്ല രസമാണ്. നല്ല കിടിലം ത്രില്ലിംഗ് പടം. കുറേ കാലം കൂടിയിട്ട് നല്ലൊരു പോലീസ് സ്റ്റോറി കണ്ട് അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അതെ, അടുത്തേക്ക് വന്ന് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയില്ല, അങ്ങനെ ഒരു ഇന്ന ഫോർമുല എന്നൊന്നുമില്ല. ഈ സ്ക്രിപ്റ്റ് നന്നായി തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഇനിവേ നല്ല റെസ്പോൺസാണ് വരുന്നത്. തലവൻ തിയേറ്ററുകളിലുണ്ട്, ഇന്ന് റിലീസായതേ ഉള്ളൂ. എല്ലാവരും കാണണം. ഈ പറയണത് മാത്രമല്ല, എല്ലാവരും കണ്ട് തന്നെ വിജയിപ്പിക്കണം. പിന്നെ ആസിഫിൻ്റെയും ബിജുവേട്ടൻ്റെയും കോമ്പിനേഷൻ എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. അവർ രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള വേഷമാണ്. രണ്ടുപേരും ഈക്വലി നന്നായിരിക്കുന്നു എന്നാണ് എല്ലാവരും ചെവിയിൽ പറയുന്നത്. വന്നിട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടാവണം, അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അല്ല, നമ്മളിപ്പോഴും ഒരു കംഫോർട്ട് സോണിൽ മാത്രം പോയിക്കൊണ്ടിരുന്നാൽ നമുക്കൊരു മുന്നോട്ടൊരു വളർച്ച ഉണ്ടാവില്ല. ആ കംഫോർട്ട് സോൺ എപ്പോഴും ബ്രേക്ക് ചെയ്യണമല്ലോ. അങ്ങനെ വളരെ ഡെലിബറേറ്റ്ലി അല്ലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ത്രില്ലർ ചെയ്യാനായിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. കൂടെ അഭിനയിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. എല്ലാവരും മിംഗ്ലിക്കാരൻ, നല്ല രസമായിരുന്നു. എന്തെങ്കിലും അഭിനയത്തിന് ടിപ്പ് പറഞ്ഞാണോ? ടിപ്പ് എന്തെങ്കിലും പറഞ്ഞാണോ അഭിനയത്തിന്റെ? ഇല്ല, ഞാൻ ആസിഫ് അലി അങ്കിൾക്ക് തെറ്റ് പറഞ്ഞിട്ടുണ്ട്. അവള് തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? ആ, എന്താ
ഒരു നമ്മളെ കണ്ണൂർ പറഞ്ഞ പ്രദേശത്താണ്, മട്ടന്നൂർ കണ്ണൂർ, അതാണ് ലൊക്കേഷൻ, തലശ്ശേരി. അതുപോലെ നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. പിന്നെ പറഞ്ഞാൽ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, അത് ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, എല്ലാവരും പിന്നെ പടം കാണുക, ഇതിൻ്റെ അഭിപ്രായം പറയും. ഓക്കെ, താങ്ക് യു. ഈ സിനിമ ഈ പരുവത്തിലാക്കിയതിൽ ഏറ്റവും വലിയ പങ്കുള്ള ആളാണ് ഞങ്ങളുടെ എഡിറ്റർ സൂരജ്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് എപ്പോഴും വേണ്ടത് ആളുകൾ സിനിമയിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ളൊരു സമയം കൊടുക്കരുത്, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സത്യമായിട്ടും ഈ എഡിറ്ററാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, വളരെ അഭിമാനത്തോടെ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ എഡിറ്റർ മിസ്റ്റർ സൂരജ്. ടീച്ചറിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യം സുഹൃത്തായിട്ട് ചെയ്തു, പിന്നെ മകനായിട്ട് ചെയ്തു, ഇപ്പോൾ സഹപ്രവർത്തകനായിട്ട് ചെയ്തു. ഇപ്പോഴും ടീച്ചറിൻ്റെ കൂടെ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സുഹൃത്തിൻ്റെ സ്പേസ് എനിക്ക് തരാറുണ്ട്. പിന്നെ മലയാള സിനിമയിൽ എന്താ പറയുക, ഒരു കറകളഞ്ഞ പോലീസ് ഓഫീസറാണ് ബിജു മേനോൻ. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് സിനിമ ചെയ്യുമ്പോൾ അത് വെറുതെ ആവില്ല. ഈ സിനിമയുടെ തലവൻ അദ്ദേഹമാണ്. താങ്ക് യു.